സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലേക്ക് കയറാൻ ഏറ്റവും നല്ലൊരു ഓഫ് ഷൂട്ട് ഇതാണ്. ഈക്വലി രണ്ടും നല്ല കോഴ്സാണ്. അത് 5 പൈസ ഇല്ലാതെ കയറുന്നൊരു പ്രവർത്തനമാണ്. ഇത് കുറച്ച് ഒരു ട്രിക്കി ചോദ്യമാണത്. അത് മിക്കവാറും കിട്ടില്ല നമ്മളൊരു ബോർഡ് കയറുമ്പോഴാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ത്യയിലെ MBA കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. സാറേ അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു ഒരു UK MBA എടുക്കണോ അതോ ഇന്ത്യൻ MBA എടുക്കണോ എന്നുള്ളത്. അപ്പോൾ സാർ അഭിപ്രായത്തിൽ ഏതാണ് നല്ലത്? ഇത് കുറച്ച് ഒരു ട്രിക്കി ചോദ്യമാണത്. കാരണം UK MBA ആണോ ഇന്ത്യൻ MBA ആണോ ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലി രണ്ടും നല്ല കോഴ്സാണ്. പക്ഷേ നമ്മളൊരു കോഴ്സിനെ ഒരു കുട്ടി മനസ്സിലാക്കേണ്ട രീതി അത് എത്രത്തോളം അവന് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണം നമ്മൾ. ആണോ അല്ലേ? ഇപ്പം ഈ പുസ്തകം റിച്ച് ഡാഡ് പൂർ ഡാഡ് റോബർട്ട് കിയോസാക്കി പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം ബേസിക്കലി ഒരു 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 കുട്ടിയാണെങ്കിൽ അവന് എംപ്ലോയി ആയി കഴിഞ്ഞാൽ അവനൊരു സെൽഫ് എംപ്ലോയിഡ് സ്റ്റേജിലേക്ക് എത്തൽ, അതായത് അവനൊരു ബിസിനസ്സിൻ്റെ ഒരു ഓണർഷിപ്പ് എടുത്ത് വീണ്ടും വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് മിക്കവാറും കിട്ടില്ല നമ്മളൊരു ബോർഡ് കയറുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കോർ ടീം മെമ്പർ ആകുമ്പോഴാണ്, ആ ഓണർ അടുത്തുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അത് 5 പൈസ ഇല്ലാതെ കയറുന്നൊരു പ്രവർത്തനമാണ്. ആണോ അല്ലേ? ഒരു എംപ്ലോയിന്ന് സെൽഫ് എംപ്ലോയിഡ് എന്നുള്ളതിലേക്ക് വലിയൊരു ഇതാണ്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു ബോർഡ് കയറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോർ ടീമിൽ കയറണമെങ്കിൽ, നമ്മളൊരു ഫിനാൻസോ HR-ലോ സ്പെഷ്യലൈസ് ചെയ്ത ഒരാൾ കയറണമെങ്കിൽ ഒരു ബോർഡ് കയറുമ്പോൾ അവർക്ക് ബ്രോഡ് ഫങ്ഷൻസ് അറിയണം. HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഈ കാര്യങ്ങളൊക്കെ അറിയണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ത്യയിലെ MBA കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് HR-നെ എക്സ്പേർട്ട് ആക്കാനോ ഫിനാൻസിൻ്റെ എക്സ്പേർട്ട് ആക്കാനോ മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പേർട്ട് ആക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഫങ്ഷൻസിനെയും മാസ്റ്റർ ചെയ്യലും അതിൻ്റെ സ്ട്രാറ്റജിനെ ഫോക്കസ് ചെയ്ത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങുമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UK MBA US MBA ഒക്കെ കുറേ കൂടി അതിനോട് നീതി പുലർത്തുന്നു.